നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കലയനാട്ട് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പരോളിലിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പത്തനാപുരം പോലീസ് പിടികൂടി. വിദേശമദ്യവും കഞ്ചാവും വിൽപ്പന നടത്തി വന്ന കുന്നിക്കോട് കുര സ്വദേശികളായ അമ്മയും മകളും എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുനലൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസറെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ഓട്ടോറിക്ഷ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി സ്റ്റേഷൻ ഓഫീസർ രംഗത്ത്. വാർത്തകൾ വിശദമായി. വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 5.5 പവന്റെ മാലയാണ് പൊട്ടിച്ചത്. പ്രതികൾ മുൻപും ഇത്തരത്തിൽ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച പിടികൂടിയ മാലമോഷ്ടാക്കളെ തെളിവെടുപ്പിനായി പുനലൂർ കലയനാട്ടിൽ എത്തിച്ചു. കലയനാട് ചരുവിള വീട്ടിൽ മോഹനന്റെ ഭാര്യ ദേവകി കടയിൽ പോയി തിരികെ വരുമ്പോൾ ബൈക്കിൽ പിന്നാലെ എത്തിയ ഇരുവർ സംഘം ദേവകിയുടെ കഴുത്തിൽ കിടന്ന 5.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച് ഓടാൻ ശ്രമിക്കവെ ബൈക്ക് ഓടയിലേക്ക് മറിഞ്ഞു. പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവെ ഓടിക്കൂടിയ നാട്ടുകാർ പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തൃക്കരിയാർ കുരുവിപ്പുഴ രമ്യാഭവനിൽ പ്രഭാകരൻ പിള്ള മകൻ രതീഷ് കുമാർ, പേരൂർ കുതിരമുക്ക് അമൃത ഭവൻ വിജയകുമാർ മകൻ അഭിമന്യു എന്നിവരാണ് പിടിയിലായത്. രതീഷ് ഇന്ത്യൻ ആർമിയിൽ 1.5 വർഷം സേവനമനുഷ്ഠിച്ചു. മെഡിക്കലിൽ അൺഫിറ്റ് ആയതിനാൽ ആർമിയിൽ നിന്നും പുറത്താക്കി. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുണ്ടറ, വെള്ളിമൺ, കിളികൊല്ലൂർ, കൊട്ടിയം, പൂയപ്പള്ളി തുടങ്ങിയ സ്റ്റേഷൻ പരിധികളിൽ മാലമോഷണം നടത്തിയിട്ടുള്ളതായി പ്രതികൾ പറഞ്ഞു. മോഷണം മുതൽ പ്രതികൾ വിവിധ ഫിനാൻസുകളിൽ പണയം വെച്ച ശേഷം അടുത്ത ദിവസം പത്രപരസ്യങ്ങളിൽ കാണുന്ന ഏജന്റുമാർ വഴി പണയമെടുത്ത് ബാക്കി പണം കൂടി വാങ്ങി കന്യാകുമാരി, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങൾ കറങ്ങി ടൂർ അടിക്കുകയായിരുന്നു. മോഷണം മുതൽ പ്രതികൾ വിവിധ ഫിനാൻസുകളിൽ പണയം വെച്ച ശേഷം അടുത്ത ദിവസം പത്രപരസ്യങ്ങളിൽ കാണുന്ന ഏജന്റുമാർ വഴി പണയമെടുത്ത് ബാക്കി പണം കൂടി വാങ്ങി കന്യാകുമാരി, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങൾ കറങ്ങി ദൂർത്തടിക്കുകയായിരുന്നു. പുനലൂർ ഡിവൈഎസ്പി KL ജോൺകുട്ടി, പുനലൂർ CI R വിജയൻ, SI ജോൺസൺ, ഉണ്ണികൃഷ്ണപിള്ള, ASI രാജനാചാരി, സിവിൽ പോലീസ് ഓഫീസർ അമീൻ, അയൂബ് എന്നിവരാണ് കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ബൈക്കിൽ രണ്ടുപേര് വന്ന് പുറവിൽ കൂടെ വന്ന് എൻ്റെ മാല വലിച്ചു പൊട്ടിച്ചത്. എന്നിട്ട് എൻ്റെ തലേ സാധനം ഇരുന്നത് അതങ്ങ് തറയെ വീണ് ഞാനിവിടെ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെല്ലാം കൂടെ കൂടി അവന്മാരെ പിറക്കയിന്ന് പോയി. പുനലൂർ പ്ലാച്ചേരിക്കടുത്ത് നടന്നു പോകുന്നൊരു സ്ത്രീയുടെ കഴുത്തിൽ നിന്നും 5.5 പവന്റെ മാല കവരുന്നതിനിടയിൽ ബൈക്കിൽ മറിയുകയും തുടർന്ന് ബൈക്കിൽ വന്നവരെ പറ്റിയുള്ള അന്വേഷണത്തിലൂടെയാണ് ഈ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത്. മാലയും കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതികൾ ഇതിനു മുൻപ് കിളികൊല്ലൂർ, കുണ്ടറ, കൊട്ടിയം, എഴുകോൺ, പൂയപ്പള്ളി മുതലായ പോലീസ് സ്റ്റേഷനിൽ വിവിധ അതിർത്തികളിൽ മാലമോഷണം നടത്തിയതായിട്ട് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കരയിൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പുതിയ എൻകോം ബാച്ചിന്റെ ഉദ്ഘാടനവും റാങ്ക് ജേതാക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എംകോം പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും റാങ്ക് ജേതാക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കോളേജ് ഹാളിൽ നടന്ന ബാച്ചിന്റെ ഉദ്ഘാടനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബികോം, എംകോം കോഴ്സുകൾക്ക് തൊഴിൽ മേഖലയിൽ വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും തൊഴിൽ സാധ്യതകളേറിയ കോഴ്സുകൾക്കാണ് ഏറെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഇന്ന് ബികോം പാസ്സായ അല്ലെങ്കിൽ എംകോം പാസ്സായവർക്ക് തൊഴിൽ മേഖലയിൽ അനന്തമായ സാധ്യതകളാണ്. തൊഴിൽ മേഖലയിൽ ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്കത് പറയാൻ കഴിയും. ഇന്ന് ബികോം വിത്ത് കമ്പ്യൂട്ടർ, ബികോം വിത്ത് കോർപ്പറേഷൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എംകോം വിത്ത് കോർപ്പറേഷൻ, എംകോം വിത്ത് ഫൈനാൻസ്, ഇതിനൊക്കെ വലിയ സാധ്യതകളാണ്. നമ്മുടെ പൊതുമേഖലയിൽ മാത്രമല്ല, നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ മാത്രമല്ല, സ്വകാര്യ ബാങ്കുകൾ മാത്രമല്ല, നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ പോലും, സ്വകാര്യ മേഖലയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ പോലും ഇന്ന് ബികോംകാർക്ക് അല്ലെങ്കിൽ എംകോംകാർക്ക് വലിയ പ്രാധാന്യം നൽകുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളായാലും, മിഡിൽ ഈസ്റ്റ് ആയിരുന്നാലും, അല്ലെങ്കിൽ GCC കൺട്രികളായിരുന്നാലും, അതല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളായിരുന്നാലും, അമേരിക്ക, കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ന് ബികോം ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ എംകോം ബിരുദധാരികൾക്ക്
വലിയ തൊഴിൽ സാധ്യതകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA അധ്യക്ഷയായി. BBIക്ക് 1ാം റാങ്ക് നേടിയ അഞ്ജു കെ, BCIക്ക് 1ാം റാങ്ക് നേടിയ ശ്രീജിനാഥ് GS, 2ാം റാങ്ക് നേടിയ മുംതാസ് ബീഗം, 3ാം റാങ്ക് നേടിയ ലക്ഷ്മി S രാജ്, 4ാം റാങ്ക് നേടിയ പ്രിയ JR എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. റാങ്ക് ജേതാക്കൾക്ക് ഐഷ പോറ്റി MLA ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു. UIT കേരള യൂണിവേഴ്സിറ്റി കൺവീനർ ചാമക്കാല ജ്യോതികുമാർ, കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കടത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തല രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ഗിരിജാകുമാരി, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ P ഗംഗാധരൻ നായർ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ HM S പ്രസന്നകുമാരി, ടൌൺ UPS ഹെഡ്മാസ്റ്റർ P കുട്ടപ്പൻപിള്ള, PTA അംഗം B വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ സ്ഥലം സന്ദർശിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുവാനുള്ള ഗ്രാമപഞ്ചായത്ത് തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ കൃഷിക്കാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കുകയും 20 വർഷത്തോളം തരിശായി കിടന്ന മാത്ര അടുക്കളമൂല ഭാഗത്തെ പുനലൂർ സ്വദേശി രാമസ്വാമിയുടെ 5.5 ഏക്കർ നിലത്ത് നെൽകൃഷി നടത്തുവാനും തീരുമാനിച്ചു. കൃഷിക്ക് അനുയോജ്യമായി പാടം തയ്യാറാക്കുന്നത് നേരിൽ കണ്ട് വിലയിരുത്താനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയത്. യന്ത്രവൽകൃത കൃഷിരീതി ആയതിനാൽ അതിനുള്ള സംവിധാനം ജില്ലാ പഞ്ചായത്ത് ഒരുക്കുന്നതിനൊപ്പം വിത്തും വളവും പൂട്ടുകൂലിയും ജില്ലാ പഞ്ചായത്താണ് നൽകുന്നത്. വിപുലമായ നിലയിൽ വിതയുത്സവം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്നും S ജയമോഹൻ അറിയിച്ചു. ജില്ലയിൽ 20,000 ഏക്കർ സ്ഥലത്തേക്ക് നെൽകൃഷി വ്യാപിപ്പിച്ച് കൊല്ലം മോഡൽ നെൽകൃഷി നടപ്പിലാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി ചവറ, കരീപ്ര എന്നീ പഞ്ചായത്തുകളിൽ നെൽകൃഷി പ്രദർശനത്തോട്ടം ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഇതേ മോഡലാണ് കരവാളൂർ പഞ്ചായത്തിലും ഉദ്ദേശിക്കുന്നതെന്നും S ജയമോഹൻ പറഞ്ഞു. കൊല്ലം മോഡൽ നെൽകൃഷി നടപ്പിലാക്കുന്നത് വഴി ജില്ലയിൽ 20,000 ഏക്കർ സ്ഥലത്തേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ചവറയും അതുപോലെ കരീപ്രയിലും 2 പഞ്ചായത്തുകളിൽ നെൽകൃഷി പ്രദർശന തോട്ടം ജില്ലാ പഞ്ചായത്ത് തന്നെ നേരിട്ട് നടത്തുന്ന രൂപത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. കരവാളൂർ ഗ്രാമപഞ്ചായത്തും തരിശ് രഹിത പഞ്ചായത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും കൃഷിക്കാരുടെയും അതുപോലെ കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം പഞ്ചായത്തിൽ തന്നെ വെച്ച് ചേരുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് 10-20 വർഷമായി തരിച്ചു കിടക്കുന്ന ഈ മാത്ര അടുക്കളമൂല മേഖലയിലെ പുനലൂരിലെ രാമസ്വാമി മുതലാളി വക 5 ഏക്കറോളം വരുന്ന നെൽപ്പാടങ്ങൾ ഇപ്പൊ കൃഷി ഇറക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ഇപ്പൊ നില ഒരുക്കലാണ് നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ തന്നെ വെത ഉത്സവം ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളും ജനങ്ങളും എല്ലാം പങ്കെടുക്കുന്ന നിലയിൽ നടത്തിക്കൊണ്ട് തരിശ് രഹിതമാക്കി കരവാളൂർ പഞ്ചായത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നീക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള വിത്ത്, വളം, പൂട്ടുകൂലി ഇതെല്ലാം ജില്ലാ പഞ്ചായത്ത് നൽകും. യന്ത്രവൽക്കരണം കൃഷിയാണ് ആവശ്യമായിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ പത്തനാപുരം പോലീസ് പിടികൂടി. 2009 കേസിനാസ്പദമായ സംഭവം നടന്നത്. കറവൂർ ചണ്ണയ്ക്കാമൺ സ്വദേശി രാജീവാണ് പിടിയിലായത്. 2009 പത്തനാപുരം കറവൂർ കേന്ദ്രീകരിച്ച് നടന്ന കൊലപാതക കേസിലെ പ്രതിയായിരുന്ന രാജീവ് 14 വയസ്സുകാരിയുമായ പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിലെ പ്രതി കൊച്ചുമൊട്ടയിൽ രാജീവ് എന്ന വാവയെ അന്നത്തെ പത്തനാപുരം SI സദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയിരുന്നു. വിചാരണ തടവുകാരനായിരുന്ന കറവൂർ ചണ്ണയ്ക്കാമൺ ചരുവിള പുത്തൻ വീട്ടിൽ കൊച്ചുമൊട്ടയിൽ രാജീവ് എന്ന ഈ കൊടും കുറ്റവാളി വിചാരണയ്ക്കിടെ പരോളിൽ ഇറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് നാടുവിടാൻ ശ്രമിച്ച ഇയാളെ പത്തനാപുരം SI മുബാറക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കരവാളൂർ മഹാദേവർ മണ്ണിൽ സാവിത്രി എന്ന ഇയാളുടെ കാമുകിയുടെ മകൾ 14 വയസ്സുകാരി ശരണിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോക്കാട് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി പാടത്തേക്ക് മറിഞ്ഞു. പാറപ്പൊടി കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
നിയന്ത്രണം വിട്ട് ടിപ്പർ ലോറി പാടത്തേക്ക് മറിഞ്ഞു. ജനവാസമില്ലാത്ത സ്ഥലമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ചിതറയിൽ നിന്ന് പാറപ്പൊടിയുമായി കോക്കാട്ടേക്ക് വരുന്ന വഴിയായിരുന്നു സംഭവം നടന്നത്. കോക്കാട് കശുവണ്ടി ഫാക്ടറിക്ക് സമീപമുള്ള കുത്തനെയുള്ള റോഡിലൂടെ കയറി വന്ന ടിപ്പർ കയറ്റത്തിന്റെ മധ്യഭാഗത്തായി എത്തിയപ്പോൾ ഗിയർ മാറാനായി ഡ്രൈവർ ശ്രമം നടത്തിയിരുന്നു. ഗിയർ മാറ്റുന്നതിനിടയിൽ ടിപ്പർ കയറ്റത്ത് നിന്ന് നിരങ്ങി നീങ്ങുകയും നിയന്ത്രണം വിട്ട് 6 അടി താഴ്ചയിലുള്ള പാടത്തേക്ക് മറിയുകയുമായിരുന്നു. ഡ്രൈവറും ടിപ്പർ ക്ലീനറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം നടന്നയുടൻ ഓടുകൂടിയ നാട്ടുകാർ ഡ്രൈവറെയും ക്ലീനറെയും വണ്ടിയിൽ നിന്ന് പുറത്തെടുത്തു. വണ്ടി മറിഞ്ഞതിന്റെ പരിഭ്രാന്തിയിൽ നടുങ്ങി നിൽക്കുകയായിരുന്നു ഇരുവരും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആദിയോയുടെ ഉത്തരവുകളും അധികൃത സന്ദർശനങ്ങളും നിരവധിയായെങ്കിലും പുത്തൂരിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നില്ല. ചീഞ്ഞുനാറുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ് കച്ചവടക്കാരും യാത്രക്കാരും. പുത്തൂരിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ നീളുന്നു. കാലങ്ങളായി അധികൃതർ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് കുറവൊന്നുമില്ലെങ്കിലും പുത്തൂരിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കീറാമുട്ടിയായി തുടരുകയാണ്. RDOയുടെ ഉത്തരവുകളും അധികൃത സന്ദർശനങ്ങളും നിരവധി തവണ ഉണ്ടായി. അവയെല്ലാം പരാതിക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനങ്ങളായി അവശേഷിച്ചു. പവിത്രേശ്വരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓട നവീകരണമെന്ന പേരിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അശാസ്ത്രീയമായി കുഴികളെടുത്ത ഭാഗങ്ങളിലാകട്ടെ മലിനജലം കെട്ടിക്കിടന്ന് ഇരട്ടി ദുർഗന്ധം വിതയ്ക്കുകയാണ്. പുത്തൂർ പടിഞ്ഞാറെ മത്സ്യച്ചന്തയിലും കിഴക്കേ ചന്തയിലുമാണ് മാലിന്യ പ്രശ്നം ഏറെ രൂക്ഷമായിരിക്കുന്നത്. പലയിടങ്ങളിലായി മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞു കവിയുന്നു. മത്സ്യച്ചന്തയിൽ പൊതുകിണറിന് മുകളിലായാണ് മാലിന്യ ചാക്കുകൾ തള്ളുന്നത്. മത്സ്യ സ്റ്റാളിനോട് ചേർന്നാണ് ഈ മാലിന്യ കൂമ്പാരം എന്നതിനാൽ കച്ചവടക്കാരും നാട്ടുകാർക്കും രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. മലിനജലം പുറത്തേക്കൊഴുക്കുവാനുള്ള സംവിധാനവും കാര്യക്ഷമമല്ല. പോലീസ് സ്റ്റേഷൻ ഭാഗത്തെ ചന്തയിൽ പൊതുകിണറിന് ചുറ്റും നാളുകളായി മാലിന്യം ചീഞ്ഞഴുകുകയാണ്. പോലീസ് സ്റ്റേഷനും പബ്ലിക് ലൈബ്രറിയും നിരവധി കച്ചവട കേന്ദ്രങ്ങളുമുള്ള ഇവിടെ ജനങ്ങൾ പകർച്ചവ്യാധി ഭീഷണി നേരിടുകയാണ്. ചേരിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം മുതൽ അലയ്ക്കൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. മഴ പെയ്താൽ ഇത് റോഡിലേക്ക് ഒഴുകിയിറങ്ങും. കാൽനട യാത്രക്കാർക്ക് ചെളിയിലും മലിനജലത്തിലും ചവിട്ടി നടക്കേണ്ട അവസ്ഥയാണ്. പരാതികൾ നിരവധി തവണ നൽകിയെങ്കിലും അണുനാശിനി തളിക്കാൻ പോലും അധികൃതർ ഇതുവരെയും തയ്യാറായില്ലെന്ന് ആക്ഷേപമുയരുന്നു. ഓടകൾക്ക് മൂടി സ്ഥാപിക്കുമെന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഉറപ്പും മത്സ്യച്ചന്തയിൽ ഖരമാലിന്യങ്ങൾ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഓടകളിൽ ഫിൽറ്റർ നെറ്റുകൾ സ്ഥാപിക്കുമെന്നുള്ള കുളക്കട പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പും വാക്കുകളിൽ ഒതുങ്ങി. കുളക്കട, പവിത്രേശ്വരം, നെടുവന്നൂർ പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പുത്തൂരിനോട് അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ജനരോഷം ശക്തമായിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് മാലിന്യ വിഷയത്തിൽ നിരവധി യുവജന സംഘടനകൾ കുളക്കട പഞ്ചായത്ത് ഓഫീസ്, പുത്തൂർ ഭരണിക്കാവ് റോഡ് എന്നിവിടങ്ങൾ പ്രതിഷേധ സൂചകമായി ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്ന് മത്സ്യച്ചന്തയിലെ മാലിന്യം അധികൃതർ നീക്കം ചെയ്തെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ വലിയ ബാവ തിരുമേനിയുടെ ജന്മദിനാഘോഷം പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. പത്തനാപുരം മൌണ്ട് താബോർ ദയാറ അങ്കണത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വലിയ ബാവ ബസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 93-ാം ജന്മദിനാഘോഷം പത്തനാപുരം മൌണ്ട് താബോർ ദയറ അങ്കണത്തിൽ നടന്നു. ജന്മദിനാശംസാ ഗീതത്തോടെയാണ് വലിയ ബാവയുടെ പിറന്നാൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജന്മദിനാഘോഷ ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോസഫ് റംബാൻ അധ്യക്ഷനായി. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ മാർ ബസേലിയോസ് മർത്തോമ പൌലോസ് ബാവ ജന്മദിനാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആത്മീയ രംഗത്തെ വിശുദ്ധിയുടെ പ്രതീകമാണ് വലിയ ബാവ തിരുമേനിയെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദയറ സെക്രട്ടറി റവറൻ ഫാദർ KV പോൾ സ്വാഗതം ആശംസിച്ചു. റവറൻ ഫാദർ ജോൺ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് മാർ അത്താനിയോസ്, യാക്കൂബ് മാർ ഐറേനിയസ്, ഡോക്ടർ ജോർജ് ജോസഫ്, ജോർജ് മുത്തൂറ്റ്, ഡോക്ടർ NJ തോമസ് റംബാൻ, റവറൻ ഫാദർ ഹബീബ് ജോസഫ് എന്നിവർ സംസാരിച്ചു. വലിയ ബാവ തിരുമേനിയെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രമുഖർ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങുകളിൽ പങ്കുകൊള്ളുന്നതിന് നൂറുകണക്കിന് സഭാവിശ്വാസികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും മൌണ്ട് താബോർ ദയറ അങ്കണത്തിൽ എത്തിച്ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുന്നിക്കോട് കുരയിൽ വിദേശ മദ്യവും കഞ്ചാവ് വിൽപ്പനയും നടത്തിവന്ന അമ്മയും മകളും എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J താജുദ്ദീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുന്നിക്കോട് കുര പ്ലാഹ കോളനി പ്രദേശം കേന്ദ്രീകരിച്ച് കഞ്ചാവും വിദേശ മദ്യവും വിൽപ്പന നടത്തിവന്ന അമ്മയും മകളും എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J താജുദ്ദീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുര കക്കോട് വീട്ടിൽ ശാന്ത, മകൾ ശോഭന എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 3 ലിറ്റർ 300 മില്ലി വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഇവിടെയുള്ള ITC വിദ്യാർത്ഥികൾ, കോളനി യുവാക്കൾ, തൊഴിലാളികൾ എന്നിവർക്കാണ് മദ്യവും കഞ്ചാവും വിൽപ്പന നടത്തിവന്നിരുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് നടപടി. എക്സൈസ് CI J താജുദ്ദീൻ കുട്ടി, SI I നൌഷാദ്, പ്രിവന്റീവ് ഓഫീസർമാരായ സുബോധ് ബാബു, SR രവി, Y അനിൽ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ വിജി എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. തലമൂർ വില്ലേജിൽ
ജില്ലയിൽ പുര പ്ലാഹ കോളനി കേന്ദ്രീകരിച്ച് വിദേശമദ്യവും കഞ്ചാവും 2 സ്ത്രീകൾ സ്ഥിരമായി വിറ്റ് വരുന്നതായി പരാതിയെ തുടർന്ന് ഇന്നേ ദിവസം നാട്ടുകാരുടെ സഹായത്തോടുകൂടി വളരെ സമയം ഈ വീടും പരിസരവും പരിശോധിച്ച് ഇവർ വിദേശമദ്യം വിൽപ്പന നടത്തി വരുന്നത് കൈയോടെ പിടികൂടുകയും അവരിൽ നിന്ന് 300 വിദേശമദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇവർ കഞ്ചാവ് കച്ചവടം ചെയ്യുന്നതായുള്ള പരാതിയെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വീട്ടിലും പരിസരത്തിലും വളരെ വിശദമായ പരിശോധന മണിക്കൂറുകളെടുത്ത് നടത്തിയെങ്കിലും കഞ്ചാവ് കണ്ടെത്താനായില്ല. ഇവർ ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരായ കോളനി നിവാസികൾക്കും പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള ITI വിദ്യാർത്ഥികൾക്കും തൊഴിലാളികളായ യുവാക്കൾക്കും കഞ്ചാവും വിദേശമദ്യം വിൽക്കുന്നതായി നിരന്തരം പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര പുലമൺതോട്ടിലെ കയ്യേറ്റം 1 മാസത്തിനകം ഒഴിപ്പിക്കണമെന്ന ഓംബുഡ്സ്മാൻ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പുലമൺതോട്ടിലെ കയ്യേറ്റം 1 മാസത്തിനകം ഒഴിപ്പിക്കണമെന്ന ഓംബുഡ്സ്മാൻ നിർദ്ദേശം നടപ്പാക്കുന്നതിനോ ബന്ധപ്പെട്ടവരുടെ യോഗം പോലും വിളിച്ചു ചേർക്കുന്നതിനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയത്. പഞ്ചായത്ത് അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ വീണ്ടും ഓംബുഡ്സ്മാനെ സമീപിക്കാനാണ് പരിസ്ഥിതി സംരക്ഷണ ഏകോപന സമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 7 നടന്ന സിറ്റിംഗിലാണ് ഓംബുഡ്സ്മാൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഓടനാവട്ടം പരിസ്ഥിതി ഏകോപന സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. കൊട്ടാരക്കര മൈലം മേലില കുളക്കട ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലൂടെയാണ് തോട് ഒഴുകുന്നത്. ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചിരുന്നു. അതിർത്തിക്കല്ലുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ പുനഃസ്ഥാപിച്ച് നടപടികൾ പൂർത്തിയാക്കി 1 മാസത്തിനകം നവീകരണത്തിനായി തോട് കൈമാറണമെന്നായിരുന്നു ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരവാളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് കുടുംബസംഗമം 21-ന് സംഘടിപ്പിക്കുന്നു. പാലിയേറ്റീവ് കുടുംബസംഗമ ആലോചനാ യോഗത്തിലാണ് തീരുമാനം. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമ ആലോചനാ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാന്തന പരിചരണം ആവശ്യമുള്ളവർ പ്രദേശത്ത് നിരവധി പേരുണ്ട്. അവരെ വീടുകളിലെത്തി കണ്ടെത്തി പരിചരിക്കുകയാണ് ലക്ഷ്യം. അതിന് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ 10,000-ഓളം പേരുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് ത്രിതല പഞ്ചായത്തുകളും MP, MLA-മാരുടെ സഹായവും ആവശ്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കുറച്ചുപേരെ സഹായിച്ചു. അപ്പോൾ ജില്ലയിലെ 10,000-ഓളം പേരുണ്ട്. 10,000 പേർക്ക് ഒരു സമിതി കൊടുക്കാൻ നടക്കത്തില്ല. അപ്പോൾ ഈ മോഡൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് MLA-മാരും MP-മാരുടെ ഒക്കെ ഫണ്ട് ഇതിന് വിനിയോഗിക്കാമെന്നുണ്ട്. അവരോട് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ഉദ്ഘാടനമൊക്കെ നടത്തി കുറച്ച് സഹായങ്ങൾ ആളുകൾക്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച കുറച്ച് പത്രങ്ങളിൽ നല്ലൊരു വാർത്തയും അതിൻ്റെ തന്നെ വന്നു. അപ്പോൾ ഇവിടെ അവരെ ഒരു സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബ സംഘവും നമുക്കിവിടെ വെച്ച് നടത്താമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അവർ മാത്രമല്ല, അവർ സ്നേഹിക്കുന്ന സന്മനസ്സുള്ളവരുടെയും കൂടി ഒരു സംഘമാണ്. ജനപ്രതിനിധികളും സന്മനസ്സുള്ള ആളുകളെയും കൂടെ ചേർത്തിട്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു സഹായമാണല്ലോ പെൻഷനായിട്ടൊക്കെ അവർക്ക് കിട്ടുന്നത്. യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റാണി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ ഷാൻ വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശോശാമ ഉമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി ജെ ബാബു, S. പ്രദീപ്, R. സരോജാദേവി, ബീന അശോക് കുമാർ, GS. ലക്ഷ്മി, UK. ഷാനവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കുടുംബ സംഗമം ഈ മാസം 21-ന് നടത്താനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കിടപ്പിലായ 62 പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 62 പേർക്കും സംഗമത്തിൽ ഗിഫ്റ്റുകൾ വിതരണം ചെയ്യും. ഇവർ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ പെൻഷൻ പദ്ധതിയും നടപ്പാക്കും. സന്മനസ്സുള്ള ജീവനക്കാർ, നാട്ടുകാർ, വ്യാപാരികൾ എന്നിവരിൽ നിന്നും തുകകൾ സമാഹരിച്ച് ഇവർക്ക് നൽകുന്ന പദ്ധതിയും ആലോചനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസറെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ഓട്ടോറിക്ഷ പിടികൂടുന്നതിൽ പുനലൂർ പോലീസ് അലംഭാവം കാട്ടുന്നതായി പരാതി. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. സ്റ്റേഷൻ ഓഫീസർ R. ബാബു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കേറ്റ പുനലൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ R. ബാബു നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്നില്ലെന്ന് ആരോപണം. 5-ാം തീയതി വൈകിട്ട് 5:30 മണിക്ക് ഡ്യൂട്ടി ഇറങ്ങിയിട്ട് ഞാൻ ബൈക്കിൽ, സുഹൃത്തിൻ്റെ ബൈക്കിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അജ്ഞാത ഓട്ടോറിക്ഷ പെട്ടെന്ന് വന്ന് കൃഷ്ണൻകോവിലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വണ്ടി തട്ടിയിട്ടിട്ട് ഓട്ടോറിക്ഷക്കാരന്മാർ വണ്ടി നിർത്താതെ ഓടിപ്പോയി.
തിങ്കളാഴ്ചയാണ് പുനലൂർ ഫയർ സ്റ്റേഷന് സമീപം ആർ ബാബു, നിസാമുദ്ദീൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഓട്ടോറിക്ഷ ഇടിച്ചത്. ഇടിച്ചിട്ട ശേഷം ഓട്ടോറിക്ഷ നിർത്താതെ കടന്നുകളഞ്ഞു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ഓട്ടോറിക്ഷ ചെമ്മന്തൂർ കോളേജ് ജംഗ്ഷന് സമീപത്ത് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതായി അറിഞ്ഞു. ഓട്ടോറിക്ഷ അമിത വേഗതയിലായിരുന്നെന്നും ഡ്രൈവർ മദ്യവെച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. KL 24E 6415 എന്ന നമ്പർ ഓട്ടോറിക്ഷയാണ് ഇടിച്ചത്. കൊട്ടാരക്കര RTOയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ജമീല ബീബിയുടെ പേരിലുള്ളതാണ് ഓട്ടോ. എന്നാൽ ഈ വിവരങ്ങൾ സഹിതം പുനലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും 3 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ലെന്ന് ബാബു പറഞ്ഞു. ഞാൻ ആ സമയത്ത് തന്നെ നമ്പർ നോട്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയും ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കൂടെ ബൈക്കിൽ അവിടെപ്പെട്ട ഫയർമാൻ ഷിഹാബുദ്ദീനെ സാരമായ പരിക്കുകൾ പറ്റിയിരുന്ന അയാളെയും കൊണ്ട് എല്ലാം എനിക്ക് പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയി. 3 ദിവസമായി പോലീസ് ഇൻക്വസ്റ്റ് ഒന്നും ഇതുവരെ അയാളുടെ എടുക്കാൻ വന്നു. ഈ ഓട്ടോറിക്ഷക്കാരുടെ പേര് വിവരങ്ങളൊക്കെ പോലീസ് അറിയാതിട്ട് ആ നമ്പർ നോട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസുകാർ ഓട്ടോറിക്ഷ പിടിച്ചിട്ടില്ല. എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മൊബൈൽ വഴി നെറ്റിലൂടെ ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരെ എടുത്തപ്പോൾ ഓട്ടോറിക്ഷക്കാർ കൊട്ടാരക്കരയുള്ള ഓട്ടോറിക്ഷയാണ്. അവർ ആ ഓട്ടോറിക്ഷയിൽ പിന്നെ വന്നിട്ട് അത് കൊട്ടാരക്കര RTOടെയാണ് 2012 ജൂൺ മാസം 30-ാം തീയതി ജമീല ബീബി എന്ന പേരിൽ എടുത്തിട്ടുള്ളതും വിനായക ഫൈനാൻസിൻ്റെ ആ പേരിൽ അന്ന് ആട്ടോയുടെ ഇത് വണ്ടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ അഡ്രസ്സിൽ പോലീസുകാർക്ക് ഈ അഡ്രസ്സ് കിട്ടിയ തരത്തില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് നെറ്റ് വഴി എടുത്തതാണ്. ഇതുവരെയായിട്ട് പോലീസ് അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നട്ടലിന് പരിക്കേറ്റ ബാബു പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജീവൻ രക്ഷിക്കാൻ പാടുപെടുന്ന ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ജീവന് സംരക്ഷണമില്ലെന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം പോലീസിന്റെ ഭാഗത്തെ കൃത്യവിലോപവും. പുനലൂർ പട്ടണത്തിൽ അതേ ദിവസം ഈ റിക്ഷ നിരവധി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു വാഹനം ഏതെന്നോ രജിസ്റ്റേർഡ് ഓണർ ആരെന്നോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ സാങ്കേതിക മേഖല വളർന്ന കാലഘട്ടത്തിലും പുനലൂർ പോലീസ് കാളവണ്ടി യുഗത്തിലാണെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാത 744 കൊട്ടാരക്കര ചന്തമുക്ക് മുതൽ ചെങ്ങമനാട് വരെയുള്ള ഭാഗം യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. ദേശീയപാത 744 ചന്തമുക്ക് മുതൽ ചെങ്ങമനാട് വരെയുള്ള ഭാഗമാണ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാതയുടെ വശം തകർന്ന് കുഴികൾ രൂപപ്പെട്ടാണ് അപകടക്കെണിയാകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനടക്കാർക്കുമാണ് ഇവിടെ അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത്. കുണ്ടറ ജലവൈദ്യുത പദ്ധതിയിൽപ്പെട്ട പൈപ്പ് പൊട്ടി 3 സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാണ്. ചന്തമുക്ക് വീനസ് ജംഗ്ഷന് സമീപത്തെ റോഡരികിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വളരെ വീതി കുറഞ്ഞ ഭാഗമാണ് ഇവിടം. കാൽനടയാത്രക്കാരും വാഹനങ്ങളും വലിയ ഈ ഗട്ടറിൽ വീണ് അപകടം സംഭവിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഗട്ടർ നികത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാത്രക്കാർ നിത്യവും ഇത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരു പരിഹാരം ഇതിനൊന്നും ഉണ്ടാകുന്നില്ല. ഇത് വളരെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മറ്റ് യാത്രക്കാർക്ക് ഒരുപാട് അനുഭവിക്കും. വാഹനങ്ങൾ നിത്യവും പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് സർക്കാരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണം. യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കണം. അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ പതിവായി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല, ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് ആളുകളെ വളരെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2 വർഷം കൊണ്ട് ഇതിങ്ങനെ അവസ്ഥയിലായിട്ട് പോവുക. കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളമൊഴുകിയ ചന്തമുക്ക്, കോട്ടപ്പുറം, മർത്തോമ സ്കൂൾ ഭാഗങ്ങളിലെ റോഡരികെ തകർന്നു. മാസങ്ങളായി ഇതേ അവസ്ഥ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അകാലത്തിൽ പൊലിഞ്ഞ പുനലൂർ കോടതിയിലെ യുവ അഭിഭാഷകൻ മുരളി മോഹന് നാടിന്റെ കണ്ണീരിൽ പൊതിഞ്ഞ അന്ത്യാഞ്ജലി. പത്തനാപുരം മഞ്ചള്ളൂർ മുളമൂട്ടിൽ വീട്ടിൽ പരേതനായ ശിവൻകുട്ടി സുശീലാദേവി ദമ്പതികളുടെ മകനും യുവ അഭിഭാഷകനുമായ മുരളി മോഹനന് ജന്മനാട് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി അർപ്പിച്ചു. 37-കാരനായ ഈ യുവ അഭിഭാഷകൻ നാടിന് ഏറെ പ്രിയങ്കരനായിരുന്നു. അഭിഭാഷക സംഘടനയിലെ സജീവ പ്രവർത്തകനായിരുന്നു മുരളി മോഹൻ. പുനലൂർ കോടതിയിലെ യുവ അഭിഭാഷകരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. സഹപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയിരുന്നു. 4 വയസ്സുള്ള മാധവൻ ഏക മകനാണ്. ഇളമണ്ണൂർ സ്വദേശിനി മഞ്ജുവാണ് ഭാര്യ. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ, പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലതാ സി നായർ, അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് TM ജാഫർ ഖാൻ, CPM ഏരിയ സെക്രട്ടറി B അജയ്കുമാർ, CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, CPI നേതാവ് അഡ്വക്കേറ്റ് H രാജീവൻ, അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, പുനലൂർ ബാർ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസന്നകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ,
ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെടെ വൻ പൌരാവലിയുടെ സാന്നിധ്യത്തിലാണ് നാടിന് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മുരളി മോഹന് യാത്രാമൊഴി അർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലയനാട്ട് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പരോളിലിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പത്തനാപുരം പോലീസ് പിടികൂടി. വിദേശ മദ്യവും കഞ്ചാവും വിൽപ്പന നടത്തി വന്ന കുന്നിക്കോട് കുര സ്വദേശികളായ അമ്മയും മകളും എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുനലൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസറെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ഓട്ടോറിക്ഷ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി സ്റ്റേഷൻ ഓഫീസർ രംഗത്ത്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.